അപ്പോഴത്തേ നമ്മൾ കുനൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കുനൂർ ടൗണാണിത്. അപ്പോൾ ഇവിടുന്ന് കയറിപ്പോകാൻ ഇച്ചിരി പ്രയാസമുണ്ട്, കാരണം നല്ല ബ്ലോക്കാണ്. പിന്നെ ഇവിടെയാണ് വഴി ക്രോസ് ചെയ്ത് റെയിൽപ്പാളം കടന്നു പോകുന്നത്. ഇതുണ്ട്, കറക്റ്റ് ടൈമിൽ ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ടൈമിൽ ട്രെയിൻ എടുക്കാൻ പറ്റി. ഇത് താഴേന്ന് കയറി വരുന്ന ട്രെയിനാണ്. നീലക്കുറിഞ്ഞി എന്നാണ് ഈ ട്രെയിനിൻ്റെ പേര്. കേട്ടോ, ചുറ്റിക്കറങ്ങി കയറി പോവുകയാണ്. ആ സൈഡ് കാടാണ് കേട്ടോ. ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ക്ലിയറായിട്ട് തേയിലത്തോട്ടങ്ങളുള്ളൂ. ഇവിടെയൊക്കെ താഴെ ലയങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ തോട്ടത്തിലെ തൊഴിലാളികളുടെ വീടുകളാണ് കാണുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാനാണ് ഞങ്ങൾ വന്നത്. ഇതുണ്ടോ, പുൽമേടാണ്. പുൽമേട്ടിൽ കൂടെ നമ്മൾ താഴോട്ട് പോവുകയാണ്. വാ, ഇതിലേക്കൂ. വാ, ഇറങ്ങ്. താഴുവോ? അതാ ഞാൻ ചോദിച്ച ചതുപ്പാണോ എന്ന്. ആ സൈഡിൽ പോയി ഇറങ്ങാം. ഇറങ്ങ്. വലിക്കല്ല്. നടക്ക്. ചതുപ്പാണോ? വാ. അല്ലേ പോവാ അല്ലേ? ഒന്നും മിണ്ടായിരി എൻ്റെ പട്ടി. പശുക്കൾ പോയ വഴിയേ പോക്കും. നടക്ക്. അടിപൊളിയല്ലേ? ഓ എൻ്റെ പിള്ളേ, ഇത് എത്ര എണ്ണ? 10-25 എണ്ണം ഉണ്ട്. വാ, അടിപൊളി. ആഹാ, സൂപ്പർ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, അങ്ങറ്റത്തു നിന്നാണ് ഞങ്ങൾ വന്നത്. നല്ല അടിപൊളി സ്ഥലം. എത്ര പട്ടിയാ? പട്ടിയുടെ കളിയാ. ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് വരുമ്പോഴത്തേനും നമുക്ക് വലിയ ഇത് വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന്. ഈ പുഴയിലോട്ട് ഞങ്ങൾ വന്നതാണ്. മേളിൽ നിന്ന് ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ഇറങ്ങി വന്നതാണ്. അടിപൊളി പുഴ. ചെറിയ കലക്കലുണ്ട്, അത് ഇന്നലെ മഴ പെയ്തതിൻ്റെയാണ്. ചെറിയൊരു ചാല്. അടിപൊളി. എങ്ങനാ, കുളിക്കുന്നുണ്ടോ? ഇതൊക്കെ കാണുമ്പം താഴ്ച കാണിയല്ലോ, പക്ഷേ ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല കാഴ്ചയായിരിക്കും. ഇതുകൊണ്ട് ഈ ചതുപ്പിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ്. നമ്മൾ വാഗമണ്ണിൽ നമ്മുടെ മീനച്ചിലാറ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഇതുപോലെയാണ്. ഇതുപോലത്തെ ചതുപ്പാണ്. അവിടെ നിന്നാണ് മീനച്ചിലാറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ചതുപ്പിൽ നിന്ന് ചെറുതായിട്ട് ഇതുപോലെ ചാലൊഴുകി വരുന്നതാണ്. പിന്നെ അങ്ങ് എല്ലും തോറും ഇത് വലുതായി. കുഞ്ഞിനെ ബഹളം വെച്ച് പേടിപ്പിച്ചാണ് ഇരിക്കുന്നത്. വെള്ളം ഉള്ളതുകൊണ്ട് കിടക്കുകയല്ലെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് കിടക്കുന്നത്. ആ പാറയുടെ മുകളിൽ കയറ്റിയിരിക്കുക അവിടെ ഇരുന്നത്. വെള്ളമായതുകൊണ്ടാണ് ഇരിക്കാതെ. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. സമയം 8 മണിയായി അല്ലേ? ഇവിടുന്ന് ഒരു ചെറിയ ചാല്, നമ്മൾ മുമ്പേ മേളിൽ കണ്ട ആ ചാല ഇത്. എല്ലാം കൂടി വന്ന് ഇവിടെ സംഗമിക്കുവാണ്. ത്രിവേണി സംഗമമാണ്. അപ്പോഴത്തെ ഈ ചെറിയ അരുവിയൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ മേളിലോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അടിപൊളി വൈബാണ് കേട്ടോ. ഇതുപോലെ ഒരു 2-3 പേര് വേണം കൂടെ. പക്ഷെ നമ്മുടെ കൂടെ വരാൻ ആരുമില്ല. ചോദിക്കുന്നവർക്കെല്ലാം ഭയങ്കര ബിസിയാണ്. ഇവിടെ മുഴുവൻ പൂക്കളാണ് കേട്ടോ. നിറയെ പൂത്ത് നിൽക്കുന്ന ചെടികൾ. എഴുതണ്ട,
ചുണ്ടങ്ങയൊക്കെ കിടക്കുന്നുണ്ടോ? ചുണ്ടങ്ങയാണത്. ഇത് കണ്ടോ? എല്ലാ മലയോര മേഖലയിലും വരുമ്പോൾ ഒരേ ടൈപ്പ് ചെടികളാണ് കാണാൻ പറ്റുക. അത് ഈ തണുപ്പിൻ്റെ കാലാവസ്ഥ മാത്രമേ ഉള്ളൂ. കൊങ്ങിണി ഇഷ്ടം പോലെയുണ്ട്. കൊങ്ങിണി രണ്ട് കളർ കൊങ്ങിണിയുണ്ട്. അവിടെ മഞ്ഞപ്പൂക്കൾ, നീലപ്പൂക്കൾ, ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നത്. ഇവിടെ മേളിൽ നിന്ന് കണ്ടപ്പോഴത്തേന് എന്തെല്ലാമോ ഇവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വന്നു. ഇതൊരു പ്ലാവിൻ്റെ തോട്ടം. ഇത് കണ്ടോ? ഓറഞ്ച് തോട്ടം കണ്ടോ? ഓറഞ്ച് കിടപ്പുണ്ട്. അത് കണ്ടോ? ചെറിയ ഓറഞ്ച് കിടക്കുന്നുണ്ടോ? ഒരു ചെറിയ പ്ലാൻ തോട്ടവും ഒരു ചെറിയ ഓറഞ്ച് തോട്ടവും ഒക്കെ ഉണ്ട്. ഓറഞ്ചൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നാരങ്ങ ഓറഞ്ചാണ്. നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്ന ടൈപ്പ് ഓറഞ്ച്, ചെറിയ ഓറഞ്ച്. രാവിലെ കൊളുന്തുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, എല്ലാവരും പണിക്കാർ, ജോലിക്കാരെല്ലാം വന്ന് ഇറങ്ങി. ആ സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്ന. ആ കണ്ടെയ്നറിൻ്റെ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോഴത്തെ ഈ ഏരിയയിൽ മുഴുവൻ കൊളുന്തെടുക്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം 3 ഇലയായതാണ്. ഇതൊക്കെ 2 ഇലയേ ആയിട്ടുള്ളൂ. എടുക്കാൻ ലെവലിലായിട്ടില്ല. അവിടെ കഴിഞ്ഞ് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും ഇവിടെ ആവും. ഇവർ മറ്റേ മെഷീൻ വെച്ചല്ല കേട്ടോ, ഇത് മാനുവലി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് മാത്രമേ ഉള്ളത്. ഇവിടെ എല്ലാം എടുത്തു പോയതാണ്. ആ പച്ച കളർ, ഇളം പച്ച കളർ കയറി വരുന്ന ഭാഗത്താണ് കൂടുതലും കൊളുന്ത് ക്ലിയറായിട്ട് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടോ? ഇതൊക്കെ കൊളുന്ത് കയറി വരുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ കണ്ടോ, അത് പച്ച കളർ കൂടുതലുണ്ട്. അവിടെയാണ് കൂടുതലും എടുക്കുന്നത്. ആ സൈഡ് മുഴുവൻ അവർ തൊഴിലാളികൾ വന്ന് നിറഞ്ഞ് മേടിയിൽ നിന്നാണ് കയറി വന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് കണ്ടെയ്നറിന് അങ്ങോട്ട് തന്നെ പോവുകയാണ്. പക്ഷേ കുരങ്ങന്മാർ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ മാവേൽ ഇത് കണ്ടെയ്നറിൻ്റെ മുകളിലെല്ലാം കുരങ്ങന്മാർ ഓടിക്കളിക്കുകയാണ്. ചെല്ലുമ്പോഴത്തേനും സൈക്കിൾ അവിടെ മറിച്ചിടുമോ എന്നൊരു സംശയമുണ്ട്. ഉണ്ടോ? അപ്പോഴത്തെ ഈ വഴിക്ക് ഞങ്ങൾ പോയിട്ട് അതിലേ കയറാം. നേരെ പോയിട്ട് കയറാം. ഇതൊരു ഇതാണ്, ഒരു ഹോം സ്റ്റേ ആണ്. ടി എസ്റ്റേറ്റിൻ്റെ അകത്തെ, അല്ലെങ്കിൽ മാനേജർ ബംഗ്ലാവ് ആയിരിക്കും. അപ്പോൾ ഇവിടെയെല്ലാം കൊളുന്തെടുക്കുന്ന പണികളിലാണ്. അപ്പം ഞാനും കുഞ്ഞിയും ഇന്നത്തെ യാത്ര ഒരു ചായ കുടിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പോഴത്തെ മനോഹരമായ ഒരു തേയിലത്തോട്ടത്തിൻ്റെ സമീപമാണ് 2 ദിവസമായിട്ട് ഞാൻ കിടന്നുറങ്ങിയത്. ഇത് കണ്ടോ? തേയിലത്തോട്ടം കണ്ടല്ലോ. അങ്ങ് മുകൾ ഭാഗം വരെ ഉണ്ട് കേട്ടോ. വളരെ ഉയരത്തിലേക്കാണ് ഇവിടെ തേയില. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉയരം കൂടുന്നതോറും രുചി കൂടുക മാത്രമല്ല, വിലയും കൂടും. താഴെയൊക്കെ ചായക്ക് 10 രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇവിടെ 15 രൂപയാണ്. അതുപോലെ തന്നെ കാപ്പിക്ക് 20 രൂപയാണ്. അപ്പോഴത്തെ മനോഹരമായ തേയിലത്തോട്ടം, അതിൻ്റെ നടുവിൽ മാനേജറുടെ വീട്. ആ മലയുടെ മുകളിലേക്കൊന്നും കൃഷികളില്ല, അവിടെയൊക്കെ വീടുകളുണ്ട്. അങ്ങ് ഈ 2 വഴികളായിട്ട് പിരിയുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അവിടുന്ന് ഇടത്തേക്കാണ് നമുക്ക് വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ ഇടത്തോട്ടുള്ള വേറൊരു വഴിയുണ്ട്. അപ്പോഴത്തെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഊട്ടിയുടെ മനോഹാരിതയിലേക്ക്. ഇതാ കാടാണ്, തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് കരടിയൊക്കെ വന്ന സ്ഥലമാണിത്. അവിടെ താഴെ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് രാത്രി ആയപ്പോഴത്തേനും കരടി വന്ന്. അപ്പോൾ കരടീനെയൊക്കെ കണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുണ്ട് ആൾ ഈ സൈഡിലത്തെ ഒരു കാട്ടിലാണ്. 4 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അതിലൊരാളെയാണ് എണ്ണ കുടിക്കാൻ വേണ്ടി വരുന്നതാണ്. അമ്പലത്തിനുള്ളിൽ എണ്ണ ഇരിക്കുന്നതിൻ്റെ മണം പിടിച്ച് വരുന്നതാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ ഡോറൊക്കെ തള്ളി തുറന്ന്. അപ്പോഴത്തെ ഇത് കണ്ട കുഞ്ഞി രാവിലെ നല്ല ഉറക്കത്തിലാണ്. ഹായ് ബ്രോ, എവിടെ ഇരിക്കേ? അപ്പോഴത്തെ കുഞ്ഞി നല്ല ഉറക്കത്തിലാണ്. ഉറക്കമൊക്കെ അവർക്ക് ചെറിയ തണുപ്പുണ്ടായിരുന്നു. അപ്പം മുകളിലോട്ട് ചെല്ലുമ്പം ചൂടാകാമല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതാണ്. 6:45 ആയതേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. കുഞ്ഞി ഉരുട്ടിയേക്കല്ലേ കേട്ടോ, ഇളക്കിയേക്കല്ലേ. നമ്മൾ ഊട്ടിയിലേക്ക് കയറുകയാണ്. കൂനൂരിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ തോട്ടത്തിൽ നിന്ന് കയറി വരുമ്പം കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഊട്ടി മീറ്റർ ഗേജ് റെയിൽവേ ലൈൻ്റെ റെയിൽപ്പാളങ്ങളാണ് കാണുന്നത്. ഇതുണ്ടോ, മനോഹരമായ റെയിൽപ്പാളം. അങ്ങ് താഴെ നിന്നാണ് കയറി വരുന്നത് കേട്ടോ, ആ സൈഡിൽ നിന്നാണ് കയറി വരുന്നത്. അപ്പോൾ ഇന്നലെ 2 ട്രെയിൻ ഇതിലെ പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ മേട്ടുപ്പാളയത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ അത് 7:30 ഏതാണ്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം കൂനൂരിൽ ചെന്നിട്ട് കൂനൂർ ഊട്ടി സർവീസിൽ കയറി പോകാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ടിക്കറ്റ് എങ്ങനെയാണ് അവൈലബിൾ ആണോ എന്നറിയില്ല. താഴെ കൂടിയാണ് റെയിൽവേ ലൈനൊക്കെ കടന്നു പോകുന്നത്, നിങ്ങൾക്ക് കാണാം. ഇതാണ് റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ 10 മണിയാവും മേട്ടുപ്പാളയത്തു നിന്നുള്ള, 10:30 മേട്ടുപ്പാളയത്തു നിന്നുള്ള ട്രെയിൻ വരുന്നത്. പക്ഷേ ഇവിടെ വെയിറ്റ് ചെയ്താൽ അത് നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റും. താഴെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. രാവിലെ അവിടെ കുക്കിങ്ങൊക്കെ നടക്കുന്നുണ്ട്. ഉണ്ടോ, കുക്കിങ്ങൊക്കെ ഓപ്പൺ സ്ഥലത്താണ് കുക്കിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രാവിലെ തൊട്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നലെയും പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ തങ്ങിയത് ഈ സൈഡിലാണ്, ഈ ബോർഡിൻ്റെ ഈ സൈഡിലാണ് തങ്ങിയത്. അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ വേറൊരു വിഷനിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ ഈ ലയമാണ് ഈ കാണുന്നതൊക്കെ. ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ വീടുകളാണ്. വളരെ മനോഹരമായ ഒരു തേയിലത്തോട്ടമാണ്, നല്ല ഹൈറ്റിലുള്ള തേയിലത്തോട്ടമാണ്. ആ കുന്നിൻ്റെ മുകളിലൊക്കെ തേയിലത്തോട്ടങ്ങൾ കാണാം. അങ്ങോട്ടേക്കൊക്കെ വഴികളും കാണാം നമുക്ക്. മെയിൻ റോഡുകളൊക്കെ കടന്നു പോകുന്ന ആ വഴിയിലൂടെയാണ്. ഉണ്ട്, റെയിൽവേ ലൈനിൻ്റെ പാലമാണ് കാണുന്നത്. കൂനൂരിലേക്ക് വരുന്ന റെയിൽവേ ലൈൻ ഇതിൻ്റെ താഴെ കൂടെ തന്നെ കറങ്ങി കയറുകയാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഒരു തണൽ കിട്ടിയപ്പോഴത്തേക്കും ഞാനിവിടെ നിർത്തിയതാണ്. മുകളിലെല്ലാം കാടാണ്. ഇനി നമ്മൾ 20 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. കൂനൂരിലേക്ക് 3 കിലോമീറ്ററാണ് നമുക്കുള്ളത്. ഊട്ടിയിലേക്ക് 20 കിലോമീറ്ററാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഫാമിലീനെയൊക്കെ ഇപ്പോൾ പരിചയപ്പെട്ടായിരുന്നു. കുഞ്ഞിക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ല. രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾ വേറൊരാളെ വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം ഇരുന്നു. 9 മണി വരെ വെയിറ്റ് ചെയ്തു. പക്ഷേ ആൾ 9 മണിക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 9:10 വരെ വെയിറ്റ് ചെയ്തു. ആളിതുവരെ എത്തിയില്ല. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറില്ലായിരുന്നു. കണ്ടുള്ള പരിചയമാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നല്ല മനോഹരമായ കാറ്റാടി മരങ്ങളുടെ ഒരു ഏരിയ കാണുന്നുണ്ട്. വളരെ വിശാലമായ ഒരു ഏരിയ ആണ്. നല്ല രസമുണ്ട് കാണാൻ. വളരെ പഴക്കമുള്ള കാറ്റാടി മരങ്ങളാണ് ഈ നിൽക്കുന്നതെല്ലാം. ഇതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ടൈമിൽ ട്രെയിൻ എടുക്കാൻ പറ്റി. ഇത് താഴെ നിന്ന് കയറി വരുന്ന ട്രെയിനാണ്. നീലക്കുറിഞ്ഞി എന്നാണ് ഈ ട്രെയിനിൻ്റെ പേര് കേട്ടോ. ചുറ്റിക്കറങ്ങി കയറി പോവുകയാണ്. അങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയല്ല, ആ പരുവത്തിലായിപ്പോയി. അപ്പോൾ ട്രെയിൻ പോകുന്ന കാഴ്ച നമുക്ക് താഴേന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. താഴേന്ന് കിട്ടിയില്ല. ട്രെയിൻ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഈ റോഡിന് പാരലായിട്ട് തന്നെയാണ് ട്രെയിൻ പോകുന്നത്. കൂനൂർ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ട്രെയിൻ അത് ക്രോസ് ചെയ്താണ് പോകുന്നത്. അതായത് നമ്മുടെ റെയിൽവേ റോഡ് ക്രോസ് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടുള്ള വണ്ടികൾ വിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടുള്ള വണ്ടികൾ പോകാൻ തുടങ്ങിയിട്ടില്ല. അപ്പോഴത്തേ നമ്മൾ കൂനൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കൂനൂർ ടൗണാണിത്. അപ്പോൾ ഇവിടുന്ന് കയറിപ്പോകാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കാരണം നല്ല ബ്ലോക്കാണ്. പിന്നെ ഇവിടെയാണ് വഴി ക്രോസ് ചെയ്ത് റെയിൽപ്പാളം കടന്നു പോകുന്നത്. ഇതുണ്ട്, ഇതാണ് റെയിൽപ്പാളം. ഇപ്പോൾ വന്ന ട്രെയിൻ ഇതുവഴിയാണ് കടന്നു പോയത്. അപ്പോൾ ഇത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കൂനൂർ. അപ്പോൾ ഇത് കൂനൂർ ടൗണ്. അതിൻ്റെ മുകളിലാണ്, ഏറ്റവും മുകളിലാണ് പള്ളിയുള്ളത്. അപ്പോൾ കോതഗിരി പള്ളിയൊക്കെ കറങ്ങി സിംസ് പാർക്ക്, ഡോൾഫിൻ നോസ് അതൊക്കെ ഇവിടെ നിന്നാണ് തിരിയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് റൂട്ടെന്ന് ആദ്യമേ ഞാനൊന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. അതിനു മുമ്പായിട്ട് എനിക്ക് മറ്റ് ചില കാര്യങ്ങളൂടെ ചെയ്തു തീർക്കാനുണ്ട്.
അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇതുണ്ടോ ഫുള്ള് ബ്ലോക്കാണ്. റെയിൽവേ ലെവൽ ക്രോസിൻ്റെ ലൈനിലാണ് കിടക്കുന്നത്. ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് ബാക്കി കഥ പറയാം. ആ കവാടം കണ്ടോ, അമ്പലം, മസ്ജിദിൻ്റെ ഇത്, അതിൻ്റെ മേളിൽ ഒരു കുരിശ്. ഇങ്ങനെയുള്ള രീതിയിൽ ആദ്യമായിട്ട് കാണുകയാണ്. അതായത് ഈ ഒരൊറ്റ നട കയറി പോയാൽ ഈ മൂന്നിലും കയറാം. 1976, 2000 വേണ്ട. ജയിൽ ഇങ്ങോട്ടായതുകൊണ്ടാണ് കേട്ടോ കാണാൻ പറ്റാത്തത്. അപ്പോൾ 1976 ഞാൻ ജനിച്ച സമയത്ത് ചെയ്ത സാധനമാണ്. 48 വർഷം മുമ്പ് ചെയ്ത സാധനം. ഇതുണ്ട, ഹിന്ദു, മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ. ഇത് നമുക്ക് കുനൂര് നീലഗിരിയുടെ കീഴിലുള്ള കുനൂരിലെ മൗണ്ട് കയറി വരുമ്പോഴാണ് കാണുന്നത്. ഇതാണ് മൗണ്ട് റോഡ്. ഇത് താഴോട്ടിറങ്ങുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴി കയറി നമ്മൾ നേരെ പോവുകയാണ് മുകളിലോട്ട്. മുൻപ് താഴെയൊന്നും കടകളില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് മുകളിലോട്ട് മാത്രമേ ഉള്ളൂ കടകളൊക്കെ കാണൂ. ഇതാണ് പഴയ കാലത്തെ ബിൽഡിങ്ങുകൾ. ഇവിടുത്തെ ഉണ്ടോ പഴയകാല ബിൽഡിങ്ങുകൾ. മുൻപ് കൂനൂരിൻ്റെ ഈ ഭാഗമായിരുന്നു ഓൾഡ് സിറ്റി. അതായത് ഹെറിറ്റേജ് വില്ലാസാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ടോ പഴയ ബിൽഡിങ്ങുകളാണ് ഇത് മുഴുവൻ. ഇതാണ് പഴയ ബിൽഡിങ്ങുകൾ. ഇതിൻ്റെ താഴോട്ട് പണിതിരിക്കുന്ന മുഴുവനാണ് പുതിയ ബിൽഡിങ്ങുകൾ. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ കാലത്തെ എൻട്രൻസ്. താഴെ നിന്ന് നട കെട്ടി കയറി വന്ന് ആ കമാനം കടന്ന് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു. 1976 to 2000. അപ്പോൾ നമ്മൾ കൂനൂരിലെ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലാണ് എത്തിയിരിക്കുന്നത്. ഇതാ ഇവിടെ പുതിയ മാർപ്പാപ്പയ്ക്ക് ആശംസകളൊക്കെ നേർന്നുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പള്ളിയുടെ സമീപം എത്തിയിട്ടുണ്ട്. ഗേറ്റിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മൾ കൂനൂരിൻ്റെ കാഴ്ചകളിലൂടെയാണ് പോകുന്നത്.